ഹായ്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരള, റിട്ടൺ ഡയറക്ടഡ് ബൈ പ്രവീൺ നാരായണൻ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അംഗരാജ്യത്തെ ജിമ്മന്മാർ, അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇത് രണ്ടാമത്തെ സിനിമയാണ്. സോ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജിബ്രാൻ ആണ് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. വണ്ടർഫുൾ, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കായിരുന്നു. ജിബ്രാന് മുമ്പ് ചെയ്തിട്ടുള്ള തമിഴ് പടങ്ങളാണെങ്കിലും പിന്നെ മലയാളത്തിൽ അതിരനാന്ന് തോന്നുന്നു ചെയ്തിട്ടുള്ള ഒരു വർക്ക്. നല്ല കിടിലൻ സ്കോറാണ്. ഈ പടത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 2.5 മണിക്കൂർ ഈ പടം നമ്മളെ പിടിച്ചിരുത്തുന്നത് ഒരു പരിധി വരെ ഈ പടത്തിന്റെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് തന്നെയാണ്. കാരണം ഇതങ്ങനെ അത്ര വലിയൊരു ഗംഭീരമായിട്ടുള്ള പടമൊന്നുമല്ല. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫും പക്ഷെ ശരാശരിയിൽ താഴെയുള്ളൊരു സെക്കൻഡ് ഹാഫ് ഉള്ള ഒരു സിനിമയാണിത്. പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഗംഭീരമാണ്. ജിബ്രാനെ കൂടാതെ വേറൊരു മ്യൂസിക് ഡയറക്ടർ കൂടി ഈ പടത്തിലുണ്ട്, ഗിരീഷ് നാരായണൻ, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. സോ അതിലേക്ക് ഞാൻ വരാം. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ സിനിമ അറിയാലോ, സുരേഷ് ഗോപിയാണ് പടത്തിൽ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ളത്. ഓൾറെഡി അത്യാവശ്യം നല്ല പ്രൊമോഷൻ ഈ പടത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം ആ കേസൊക്കെ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രൊമോഷൻ ഈ പടത്തിന് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് ഈ സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുക. ഒരു കിടിലൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അല്ലാതെ ആ പേരിന് ഈ സിനിമയിൽ ആ പേരല്ല ഏത് പേരാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. പടത്തിന്റെ പ്ലോട്ട് ഏകദേശം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ആളിന്റെ പേര് നോക്കിയിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഒന്നും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈജു സന്തോഷ്, അതുപോലെ തന്നെ 1-2 സീനില് പോലീസുകാരനായിട്ട് അഭിനയിച്ച ഒരു ചേട്ടൻ, അതുപോലെ തന്നെ ബാംഗ്ലൂരില് പച്ചക്കറി വിറ്റു നടക്കുന്ന അമരക്കായി എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചേട്ടൻ, ഈ 3 ആൾക്കാരെ കൂടാതെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ദിവ്യ പിള്ളൈ, ശ്രുതി രാമചന്ദ്രൻ, ജയൻ ചേർത്തല, രമേശ് കോട്ടയം രമേശ്, പിന്നെ നിസ്താർ സേട്ട്, അറിയാലോ ഈ അമൽ നീരദിന്റെ പടത്തിൽ കാണുന്ന നിസ്താർ സേട്ട്, പിന്നെ അതുകൂടാതെ അസ്കർ അലി, മാധവ്, സുരേഷ് ഗോപി. അങ്ങനെ മലയാളത്തില് അത്ര സ്ഥിരം സിനിമകളൊന്നും ചെയ്യാത്ത, ഫീൽഡ് ഔട്ടായി ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാണ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഔട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഊഹിക്കാലോ. ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞല്ല, പക്ഷെ ഏകദേശം നമുക്ക് പിടികിട്ടും. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല് സുരേഷ് ഗോപി പോലീസുകാരനായിട്ടും അല്ലെങ്കിൽ വക്കീലായിട്ടൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതലേ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളുടെ ഒരു പ്ലോട്ട് ഉണ്ട്. അതായത് അതൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരു സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ആത്മാഭിമാനത്തോടെ, ഡിഗ്നിറ്റി ഓഫ് ലിവിങ്, അതാണ് ഈ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആത്മാഭിമാനത്തോടുകൂടി ഇന്ത്യയിൽ മാന്യമായ രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് നമ്മുടെ ഭരണഘടന തരുന്ന കുറെ ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൗലിക കടമകളും മൗലിക കർത്തവ്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന മൗലിക അവകാശങ്ങളും, ആർട്ടിക്കിൾ 21, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ മീൻസ് ആ പർട്ടിക്കുലർ സ്ഥാനം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സുരേഷ് ഗോപി അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതലേ അദ്ദേഹത്തിന്റെ സിനിമകൾ സ്ഥിരം പറഞ്ഞു വരുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇത് കൂടാതെ അറിയാലോ, ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയലോഗും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കയറി വരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമകൾ, അദ്ദേഹം പോലീസുകാരനായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയലോഗ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഭരചന്ദ്രൻ IPS, അതിന് മുമ്പുള്ള കമ്മീഷണർ, ഏകലവ്യൻ, ഏത് സിനിമ ആണെങ്കിലും, യൂണിഫോമിൽ വരുന്ന ഏത് പടത്തിലാണെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കിടിലം ഡയലോഗുകൾ പണ്ട് മുതലേ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ പണ്ടത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാല് സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് സാന്ദർഭികമായിട്ടാണ് ഇങ്ങനെയുള്ള ഡയലോഗ്സും ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് വിമർശനങ്ങളൊക്കെ കയറി വരിക. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ വിമർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഡയലോഗ് പറയാൻ വേണ്ടി അങ്ങനെ ഒരു സീൻ കുത്തിക്കയറ്റിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വല്ലാത്ത ഒരു കല്ലുകടിയാണ് പടത്തിൽ. നമ്മുടെ ആ ഒരു ഫ്ലോയെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരിക്കലും സുരേഷ് ഗോപി വക്കീലായിട്ടോ പോലീസുകാരനായിട്ടോ ഒക്കെ അഭിനയിക്കുന്ന സിനിമയിൽ എന്തായിരിക്കും അതിന്റെ പ്ലോട്ട്, അല്ലെങ്കിൽ നമ്മളത് കാണാൻ കയറുന്നത് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് പടങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഇപ്പൊ വരുന്ന സിനിമ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ പടത്തിൽ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ, ഈ ഒരുപാട് വലിയ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പഴയ സിനിമ പോലെ ഈ പടത്തിൽ അത്ര എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം നമ്മളിപ്പോ 2010 അല്ലെങ്കിൽ 2015 ശേഷമുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് ഒക്കെ വളരെ കുറവാണ്. കാരണം നമുക്കിത് കേട്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ബോറടിക്കും. അതേസമയം നമുക്കിപ്പോ പഴയ സിനിമയിലെ വലിയ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് കാണുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ പുതിയ സിനിമയിൽ വല്ലാണ്ട് ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് വരുന്ന സമയത്ത് ഇങ്ങനല്ല ഒരാൾ പറയുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഓക്കെ, പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാല്, പണ്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാല് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും
ഇതേ രീതിയിൽ അത്രയും പവർഫുൾ ആയിട്ട് തന്നെ ഡയലോഗ് കൗണ്ടർ ചെയ്യും. ഉദാഹരണം ഇപ്പൊ മുരളി, അതുപോലെ തന്നെ NF വർഗീസ്, സായ് കുമാർ, സിദ്ദീഖ്, രതീഷ്, ദേവൻ, ഇങ്ങനെ എന്താണ് കിടിലൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ഈ പടത്തില് നിസ്താർ സേട്ടിന്റെ ഒരു MLA കഥാപാത്രമുണ്ട്. എന്റെ മോനെ, അയാള് എന്തോ ഒരു ഡയലോഗ് കണ്ടിട്ട് അവസാനം ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അങ്ങനെ പറയുന്നത് പോലെ നമുക്ക് തോന്നും. അതായത് ഒരു എഫക്റ്റ് ഇല്ല പറയുന്നതിന്. നമുക്ക് ഇങ്ങനെല്ലാം പറയേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. വേണ്ടി ഇതിനൊക്കെ മിണ്ടാതിരിക്കാറ്. കാരണം നിസ്താർ സേട്ടിനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അയാളുടെ ഒരു അഭിനയിക്കുന്ന ശൈലി, ടോണെല്ലാം കാണും. അയാളെ കാണുമ്പോഴേ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ. അതായത് ഇപ്പൊ കാർബൺ സിനിമയില്, ആ സിനിമയിലാണ് ഞാൻ ഈ ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്നത്. അതില് ഈ ഫഹദ് ഫാസിലിന്റെ വീട്ടിലേക്ക് ഇയാള് കടം കൊടുത്ത പൈസ മറ്റോ ചോദിക്കാൻ വരുന്ന സീനുണ്ട്. അപ്പോ വീട്ടിനുള്ളിലുള്ളത് ഫഹദിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സ്ഫടികൻ ജോർജിന്റെ കഥാപാത്രമാണ്. അത്രയും വലിയ മല പോലത്തെ മനുഷ്യനെ ഈ നിസ്താർ സേട്ടിന്റെ കഥാപാത്രം എന്താണ് വളരെ നിസ്സാരമായിട്ട് ഒരു നോട്ടത്തിൽ തന്നെ ബീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ആർട്ടിസ്റ്റ് ഈ പടത്തിൽ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഓക്കെ, അതായത് സുരേഷ് ഗോപി ഒരു വലിയ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റുകളെ കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറയാം, ഇപ്പോ അത്രയ്ക്കും എന്താണ് കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റിയ ആരും ഈ പടത്തിൽ ഇല്ല. ഇനി എന്താണ് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് കാണുന്ന സമയത്ത് നമുക്ക് എനിക്ക് പേഴ്സണലി അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നാറില്ല. സോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഈ ഡയലോഗും കാര്യങ്ങളൊക്കെ മാറ്റാമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് ക്രൈമാണ്. ബേസിക്കലി ഈ പടം ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. കോർട്ട് റൂം ഡ്രാമ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഒരു 2 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ്. അതായത് ലാലേട്ടന്റെ പടത്തില് അറിയാലോ, പടത്തിന്റെ പേര് നേര്, ജീത്തു ജോസഫിന്റെ പടത്തില് ഒരു കോർട്ട് റൂം ഡ്രാമയെ എത്രത്തോളം എൻഗേജിങ് ആക്കാന്നുള്ളത് നമ്മൾ ആ പടത്തിൽ കണ്ടതാണ്. അതേപോലെ എൻഗേജിങ് ആക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഈ പടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഈ പടം ഒട്ടും അത്ര വലിയ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആണ്, അത് ഓക്കെ, ഒരുപാട് ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നുണ്ടല്ലോ, നമുക്ക് വലിയ തരക്കേടില്ലാത്ത ഒരു കോർട്ട് റൂം ഡ്രാമ കിട്ടിയേനെ. പക്ഷെ നമുക്കത് മിസ്സായി. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഇത് വല്ലാണ്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഇനി ആക്ടിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആസ് യൂഷ്വൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫിസിക് ആണെങ്കിലും ആ ഒരു ഗെറ്റപ്പ് ഡൈ എല്ലാം അടിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. പിന്നെ അനുപമയുടെ അഭിനയം നോക്കിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. അത്യാവശ്യം എന്താണ് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ പെർഫോമൻസും അവരും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളിലേക്ക് ഇപ്പൊ ബൈജു സന്തോഷ്, അതുപോലെ തന്നെ അപൂർവം ചില ആൾക്കാരൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാല് ലീഡിങ്ങിൽ അഭിനയിച്ചിട്ടുള്ള പല ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസ് നിരാശ, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ടൈപ്പ് ഓഫ് അഭിനയമായിരുന്നു. നമുക്ക് ഒട്ടും എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല. അഷ്കർ അലിയുടെ അഭിനയമാണെങ്കിലും, മാധവ് സുരേഷിന്റെ അഭിനയം, ദിവ്യ പിള്ളയുടെ ഇതാണെങ്കിൽ, പിന്നെ ഈ പോലീസുകാരനായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്, പണ്ടത്തെ ഒരു ആക്ടറാണ്, യദു എന്ന് പറഞ്ഞാണ് ആക്ടറിന്റെ പേര്. അത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്ര വലിയ സംഭവം തോന്നില്ല. കാരണം ഈ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എല്ലാം വീക്ക് ആവുന്ന കണക്കിനെ നമുക്ക് എന്താണ് എല്ലാവരും ഒരേപോലെ കട്ടയ്ക്ക് പിടിച്ചെന്നല്ല നമുക്ക് എല്ലാ ആൾക്കാരെയും കറക്റ്റ് ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ടോട്ടൽ ഇമ്പാക്ട് വെച്ചാൽ വലുതായിരിക്കും. ഇത് ഒരാൾ മാത്രം കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് വളരെ വീക്കറായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അതിന്റെ ടോട്ടൽ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ഈ പടത്തില് കുറച്ചൊക്കെ കൺഫ്യൂഷനും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നൊക്കെ തോന്നുന്നത്. ഇനി ഈ പടത്തിന്റെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജിബ്രാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റി കഴിഞ്ഞാല് ഈ പടത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വേറൊരു മ്യൂസിക് ഡയറക്ടറാണ്. പടത്തില് ഒരു പാട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതൊരു കല്യാണത്തിന് ഉള്ള ഒരു പാട്ടാണ്, കല്യാണപ്പാട്ട്. ആ പാട്ടായിട്ട് മാത്രം സോങ് മാത്രം അടിപൊളി സോങ് ആയിരുന്നു. പക്ഷെ അതിന്റെ കോറിയോഗ്രാഫി എന്ന് വെച്ചാൽ ഒരു ദുരന്തമായിരുന്നു. പിന്നെ അവസാനം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു പാട്ട് കിട്ടിയിട്ട് ഇടിലായിട്ട് അത് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പിന്നെ ഫസ്റ്റ് ഉള്ളൊരു പാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ അനുപമയുടെ ക്യാരക്ടർ ജാനകി ഈ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ കയറിയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ശോകം പാട്ട് വെച്ചിട്ടുണ്ട്. ആ പാട്ട് പോലെ തന്നെ ആ പാട്ട് തന്നെ ശോകമാണ്, അതൊരു ശോകം പാട്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള പാട്ടും എനിക്ക് അത്ര വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഈ പാട്ടിനെ എല്ലാം നമ്മൾ BGM അത്യാവശ്യം ഓവർകം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് BGM ബെറ്റർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം മൊത്തത്തിൽ
കണ്ടിരിക്കാൻ തോന്നുന്നത്. അതുകൂടി വീക്ക് ആയിരുന്നെങ്കിലോ ഇത് വല്ലാണ്ട് ശോകമായി പോയല്ലേ. ഈ പടത്തിന്റെ എഡിറ്റിംഗ് ആയിട്ടുള്ളത് സംജിത് മുഹമ്മദ് ആണ്. നല്ല എഡിറ്റിംഗ് ആണ് കേട്ടോ. എഡിറ്റിംഗ് അതായത് വല്ലാണ്ട് വലിച്ചു നീട്ടാതെ വലിയ ഡ്രാമയൊന്നും അല്ലാതെ കൃത്യമായിട്ട് ആൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ടീസർ ട്രെയിലർ ഒക്കെ എഡിറ്റ് ചെയ്തത് ഡോൺ മാക്സ് ആണെന്ന് തോന്നുന്നു. അതൊന്നും നന്നായിരുന്നു. ടീസർ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടീസർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറയേണ്ടത് സിനിമാറ്റോഗ്രഫി. രണദിവയാണ് പടത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ സംഭവം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തില് സുരേഷ് ഗോപിയുടെ കഥാപാത്രം, അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആദ്യം ഒരു ആനിമേഷൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ടിന് ഈ പടത്തിന്റെ മെയിൻ പ്ലോട്ടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ അവരെന്തുകൊണ്ട് അങ്ങനെ കാണിച്ചു എന്നറിയില്ല. പക്ഷെ അതില്ലെങ്കിലും ഈ സാധനം ഓക്കെയാണ്. പിന്നെ ഈ പടത്തിൽ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പള്ളിയിലച്ഛൻ കന്യാസ്ത്രീയെ പീഡിപ്പിക്കുന്ന കാര്യം, അതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ തട്ടിപ്പ്, പിന്നെ അറിയാലോ സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്കൽ പടങ്ങളാകുമ്പോഴത്തേക്ക് ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ കയറി വരും. പക്ഷെ അതെല്ലാം സാന്ദർഭികമായിട്ടാണ് പറഞ്ഞു പോയിരുന്നെങ്കിലില്ലേ കുറച്ചുകൂടി രസകരമായനെ, സിനിമ എന്ന രീതിക്ക് രസകരമായനെ. പിന്നെ പൊളിറ്റിക്കലായിട്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അദ്ദേഹം പറയുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തികൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടും, ഒരു സ്ത്രീക്ക് പ്രഗ്നന്റ് ആവണോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക്, അതായത് ഗർഭസ്ഥ ശിശുവിനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാം വാലിഡ് തന്നെയാണ്. പക്ഷെ സുരേഷ് ഗോപി ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉയർത്തിപ്പിടിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് തരത്തിലായിരിക്കും. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനും ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ശരി വരും. പക്ഷെ സിനിമ എന്ന രീതിക്ക് നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കയറിയാലും നമുക്കൊരു ശരാശരി എക്സ്പീരിയൻസ് തരുന്ന ഒരു നോർമൽ പടമാണ്. വലിയ സംഭവം ഒന്നും വിചാരിക്കണ്ട. പിന്നെ ഈ പടത്തിന്റെ കോർട്ട് റൂം സീനിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ജാനകി എന്നുള്ള പേര് മ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും ഓൾറെഡി ഈ സിനിമയിൽ ഒരുപാട് കല്ലുകടികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ മ്യൂട്ടും കൂടി വരുന്ന സമയത്ത് നമുക്ക് സെൻസർ ബോർഡിന് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് ചിന്തിക്കാൻ വരുന്നൊക്കെ നമുക്ക് തോന്നും. ഏത് പേരാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതായത് പേരൊന്നൊരു വിഷയമൊന്നുമല്ല, എന്ത് പേരിട്ടാലും ഇത് ഓക്കെയാണ്. പിന്നെ വേറെ അത് നല്ല, പക്ഷെ അത് നല്ലൊരു മാർക്കറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടി ഇല്ലായിരുന്നെങ്കിലില്ലേ ഫസ്റ്റ് ഡേ അവർക്ക് ആൾക്കാരെ സംഘടിപ്പിക്കാൻ ചില കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ പടത്തിന്റെ മേക്കിങ്ങിൽ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, കുറച്ച് വൃത്തിയാക്കാമായിരുന്നു. നമുക്ക് നല്ലൊരു കോർട്ട് റൂം ഡ്രാമ കിട്ടിയാനെ. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥയുടെ പോരായ്മ കൊണ്ടോ ആർട്ടിസ്റ്റുകൾ, ഞാൻ പറഞ്ഞില്ലേ സുരേഷ് ഗോപി ഒരു ഡയലോഗ് അടിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ വേണം. ഇല്ലെങ്കിൽ ഇത് വല്ലാണ്ട് മോശമായി പോകും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഗരുഡൻ എന്നെല്ലാം പറയുന്ന സിനിമയില് ഗരുഡനിലെല്ലാം സുരേഷ് ഗോപി പ്ലേസ് ചെയ്തിട്ടുള്ളത് തന്നെ വേറൊരു സ്റ്റൈലിലാണ്. അതുകൊണ്ട് അതാണ് മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ മേക്കിംഗ് സ്റ്റൈല് നമുക്ക് ഈ പടത്തിൽ ഇല്ല. സോ കണ്ടുനോക്കുക, നിങ്ങളും കൂടി കണ്ടുനോക്കുക. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത്രേ ഉള്ളൂ.